പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. വിനയാന്വിതമായ ജീവിതമാണ് എപ്പോഴും വിജയത്തിലെത്തുക. നല്ല ജീവിത ചിന്തകളും നല്ല ജീവിത രീതികളും ജീവിതത്തെ സന്തോഷകരവും സംതൃപ്തവും ആക്കുന്നു. പ്രധാന ജീവിത ചിന്തകൾ ഒരാളുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. നല്ല ചിന്തകൾ ജീവിതത്തിന് ദിശാബോധം നൽകുന്നു. പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കണക്കാക്കുക. എല്ലാം നല്ലതിനു വേണ്ടി എന്നൊരു മനോഭാവം എപ്പോഴും നമുക്ക് സമാധാനം നൽകും. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ ചെറുത്തു നിൽക്കാതെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പൊരുത്തപ്പെടുകയും ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉപകരിക്കും. നിങ്ങളുടെ കുറവുകളെയും തെറ്റുകളെയും അംഗീകരിക്കുകയും സ്വയം ക്ഷമിക്കുകയും ചെയ്യുക. ലളിതവും വിനയാന്വിതവുമായ ജീവിതം ആധുനിക ലോകത്തിലെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമൂല്യ സങ്കല്പമാണ്. വിനയം എന്നത് മറ്റൊരാളേക്കാൾ താൻ മികച്ചവനാണ് എന്ന് കരുതാനുള്ള പ്രവണത ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് സ്വന്തം പരിമിതികളെക്കുറിച്ചും മറ്റുള്ളവരുടെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ആഴമായ തിരിച്ചറിവിൽ നിന്നും ഉടലെടുക്കുന്ന ഒന്നാണ്. വിനയാന്വിതമായ ഒരു ജീവിതം നയിക്കുന്നയാൾ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി അമിതമായി ആഗ്രഹിക്കുന്നില്ല. ബാഹ്യമായ അലങ്കാരങ്ങൾക്കപ്പുറം ആന്തരികമായ സന്തോഷത്തിനും സംതൃപ്തിക്കും മൂല്യം നൽകാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ പ്രകൃതിയോടും ചുറ്റുമുള്ള മനുഷ്യരോടും ദയയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നു. അഹങ്കാരമോ ധാർഷ്ട്യമോ ഇല്ലാത്തതിനാൽ തെറ്റുകൾ അംഗീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവർ എളുപ്പത്തിൽ സാധിക്കുന്നു. അത്തരമൊരു ജീവിതം കൂടുതൽ സമാധാനപരവും ശാന്തവുമാണ്. കാരണം ഒരാൾ വിനയാന്വിതനാകുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള സമ്മർദ്ദം ഇല്ലാതെയാകുന്നു. അത് വ്യക്തിബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൽ മറ്റുള്ളവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, വിനയാന്വിതമായ ജീവിതം ഭൗതികമായ നേട്ടങ്ങളെക്കാൾ സ്നേഹം, ദയ, സംതൃപ്തി തുടങ്ങിയ ആന്തരിക മൂല്യങ്ങളാൽ സമ്പന്നമായ ഒരു ജീവിത രീതിയാണ്. അതെ, നല്ല ചിന്തകളെയും നല്ല പ്രവൃത്തികളെയും ശീലമാക്കുമ്പോൾ ഒട്ടും അഹങ്കാരമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നും അതിലൂടെ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുമുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേരുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.